നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കളിക്കുന്നത് ഇംഗ്ലണ്ടിനായാലും റയൽ മാഡ്രിഡിനായാലും ബെല്ലിംഗാം തന്നെയാണ് താരം. ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ ചില സൂപ്പർ താരങ്ങൾ വിനി ജൂനിയറെ പോലെയുള്ളവർക്ക് വരുന്ന വലിയൊരു വിമർശനം, റയൽ മാഡ്രിഡിനായിട്ട് കളിക്കുന്ന അതേ കളി ബ്രസീലിയൻ ദേശീയ ടീമിൽ ആവർത്തിക്കാൻ പറ്റുന്നില്ല, ക്ലബിന് മാത്രമേ ഈ മികവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ബെല്ലിംഗാമിന്റെ കഥ അങ്ങനെയല്ല. അദ്ദേഹം പോയ സീസണിൽ റയൽ മാഡ്രിഡിനായിട്ട് മിന്നിക്കത്തി. ഇപ്പോഴിതാ ഈ യൂറോ കപ്പില് ഇംഗ്ലണ്ടിന്റെ ആദ്യ മത്സരത്തിലെ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യുവേഫ നൽകിയത് അദ്ദേഹത്തിനാണ്. ആ ഒരു ഗോൾ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, കളിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട് നോക്കുക. കളിയിൽ മോസ്റ്റ് ടച്ചസ് അദ്ദേഹമാണ്. ഏറ്റവും അധികം തവണ ബോൾ ടച്ച് ചെയ്തത് 92%. ദെൻ 92 ടച്ചുകൾ, മോസ്റ്റ് ഡ്യുവൽസ് 9, അതും അദ്ദേഹമാണ്. ഹയസ്റ്റ് എക്സ്പെക്ടഡ് ഗോൾസ് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് 0.59. 96% പാസിംഗ് ആക്യുറസി, 3 റിക്കവറീസ്, 1 ഷോട്ട് അടിച്ചു, അത് ഗോളാക്കി മാറ്റി. സോ ഈ കണക്കുകളിൽ എല്ലാം ഉണ്ട്. അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇനി മൊത്തത്തിലുള്ള കണക്ക് നോക്കാം. ഈ ഒരു 2023-24 അദ്ദേഹം ആകെ 48 കളികളാണ് കളിച്ചത്. അതില് 26 ഗോളുകളും 15 അസിസ്റ്റുകളുമാണ് റയലിനും ഇംഗ്ലണ്ടിനുമായിട്ട് അദ്ദേഹം നേടിയിരിക്കുന്നത്. അതായത് 41 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 100 മിനിറ്റുകളിലും അദ്ദേഹം ഒരു ഗോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. 110 ഷോട്ടുകൾ, അതിൽ 54 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 85 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 93 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇപ്പോ വീണ്ടും പ്ലെയർ ഓഫ് ദി മാച്ച് 12 തവണയാണ് പോയ സീസണിൽ റയൽ മാഡ്രിഡിനായിട്ട് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. ഈ സീസണിലാകെ റയൽ മാഡ്രിഡിനും ഇംഗ്ലണ്ടിനുമായിട്ട് അദ്ദേഹത്തിന്റെ 15ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവുമാണ്. ചുരുക്കത്തിൽ കളിക്കുന്നത് ഇംഗ്ലണ്ടിനാവട്ടെ, റയൽ മാഡ്രിഡിനാവട്ടെ, രാജ്യത്തിനാവട്ടെ, ക്ലബിനാവട്ടെ, ജൂഡ് ബെല്ലിംഗാം സർവ്വം സമർപ്പിച്ച് കളിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.